എനിക്കൊരു കാര്യം ചോദിക്കാണ്ട്, നമ്മളിപ്പോ പൊതുവെ ഇപ്പത്തെ മൂവീസ് എടുത്തു നോക്കിയാലും എല്ലാരും ആദ്യം എല്ലാവരും ഡിസ്കസ് ചെയ്യുമെങ്കിൽ ഇപ്പൊ ഒരുപാട് പേര് എപ്പോഴും ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യം, ഇപ്പൊ റിവ്യൂസ് വരുമ്പോഴും ഇതിന്റെ BGM അല്ലെങ്കിൽ ഇതിന്റെ സോങ്സ് അടിപൊളിയാണ്, ഇതിന്റെ മ്യൂസിക് ഡയറക്ടേഴ്സിനെ പറ്റിയത്. അപ്പൊ ശരിക്കും ഒരു മൂവിയുടെ സോൾ എന്ന് പറയുന്നത് മ്യൂസിക് അല്ലെങ്കിൽ അതിന്റെ സോങ്സ് ആണെന്ന് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഇവന്റെ എല്ലാ സിനിമയ്ക്കകത്തും പാട്ടുകൾ ഹിറ്റാണ്. കാരണം അതിനകത്ത് ഇമ്പോർട്ടൻസ് കൊടുക്കണം. കാരണം ഇപ്പം ഫോർ എക്സാമ്പിൾ പുലിമൂലകൻ, ഇനി ലൂസിഫർ കുറ്റം പറഞ്ഞല്ല, ഇപ്പം ലൂസിഫറിൽ ലാലാട്ട സ്ലോ മോഷൻ ഒരു മ്യൂസിക്കും ഇല്ല, നോർമലായിട്ട് നിർമ്മിച്ചു എങ്ങനെ ഉണ്ടാവും ചോദിച്ചാൽ. ഇപ്പൊ ബാക്ക്ഗ്രൗണ്ട് സ്കോറിന് അതിന് പ്രാധാന്യമുണ്ട്. അപ്പൊ ആ ഒരു എഫക്ട് ഉണ്ടാകുമ്പോ എഫക്ട് തന്നെ, അപ്പൊ അത് അതിന്റെ ഡയറക്ടർക്ക് അറിയാം. അപ്പൊ അത് പൃഥ്വി സാറല്ല, അത് എല്ലാ സെൻസും ഉണ്ടാവണം, എല്ലാത്തിനും നമുക്ക് ഒരു ഉണ്ടാവണം. എന്നാല് ആ മ്യൂസിക് അവര് നോക്കിക്കോളും, മറ്റേ അവര് നോക്കിക്കോളും. നിങ്ങൾ നമ്മുടെ നോക്കേണ്ട കാര്യമില്ല. എല്ലാത്തിലും ഒരു ഉത്തരവാദിത്വം എന്ന് പറയുന്ന സംവിധായകൻ തന്നെയാണ്, ഹീറോ സംവിധായകൻ തന്നെയാണ് ഒരു സിനിമയുടെ. അദ്ദേഹമാണ് ആദ്യം കാണുന്ന സിനിമ, അദ്ദേഹമാണ് ആദ്യം കാണുന്നത്. സിനിമ ആദ്യം കാണുന്ന ആളാണ്. തിരക്കഥയും മറ്റാണ് ഇതിന്റെ ബേസ് എങ്കിൽ സംവിധായകൻ സിനിമ കണ്ടിരിക്കണം, വിഷ്വല് കണ്ടിരിക്കണം. ഇങ്ങനെയുള്ള ഈ മൂമെന്റിൽ നമുക്ക് ഈ ഒരു മൂഡ് പാട്ട് കൊടുക്കാം. അതാണ് വിനീത് ശ്രീനിവാസന്റെ ടെക്നിക്ക് അല്ലാതെ പുള്ളിക്കാരൻ സിംഗറും കൂടിയാണല്ലോ കല. അതുകൊണ്ട് ആളുടെ മൂവി തന്നെ ഒരു മ്യൂസിക്കൽ മൂവിയാണല്ലോ. അതെ അതെ. ഇപ്പൊ എനിക്ക് എന്താ വെച്ചാൽ ഇപ്പൊ ശരസാട് സിനിമ പാട്ടുകൾ എടുത്താലോ ഇപ്പൊ നമ്മൾ കേട്ടുകൊണ്ടിരിക്കില്ല, അത്ര പാട്ടുകളൊന്നും വരുന്നില്ല. നമ്മൾ അതാണ് മായാമഞ്ചിലൊക്കെ കേട്ടാൽ ഇപ്പോഴും കേട്ടില്ല, അറിയില്ലേ? ഒന്ന് പാടും. ഞാൻ പാടാറില്ല, സോറി. എന്റെ സൗണ്ട് വെച്ചിട്ട് പാടിക്കേടെ ആൾക്കാർ ഓടിക്കും. പാടാൻ മാത്രം ഞാൻ പാട്ട് കേട്ടിട്ടുണ്ട്, പക്ഷെ പാടാൻ അറിയില്ല. എനിക്ക് സത്യമായിട്ട് പാടാൻ അറിയില്ല. അതുകൊണ്ടാണ് അത് നിങ്ങളുടെ മുന്നിൽ വെച്ച് പാടാതൊക്കെ അറിയാം. പിന്നല്ലാണ്ട് അത് ഞാൻ പറഞ്ഞത് ഇപ്പത്തെ മൂവി, ഇപ്പൊ സാറ് നേരത്തെ പറഞ്ഞ കറക്റ്റാ. ആ ഒരു മൂവി തിയേറ്ററിലോളം കൊള്ളിക്കാൻ വേണ്ടിട്ട് നമ്മൾ കേൾക്കുമെങ്കിലും ഇപ്പോഴും എവർഗ്രീൻ ആയിട്ടുള്ള ആ എന്തോരം റീൽസ് ആണ് ശ്രീരാഗമ വെച്ചിട്ടൊക്കെ ചെയ്ത് വെക്കണേ. എന്താ പാട്ട്. അപ്പൊ ഇതൊക്കെയാണ് നമ്മളെ എന്റെ ഇൻസ്പിറേഷൻ. കാരണം അവരെ പാട്ടുകളിലേക്ക് നമുക്ക് ഇതുപോലെ നമുക്ക് പാട്ടുകൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത്. അപ്പൊ അത്തരം കഥാപാത്രങ്ങളും അത്തരം സിനിമകൾ വരുമ്പോൾ തീർച്ചയായിട്ടും അത്തരം പാട്ടുകൾ ഉണ്ടാക്കാൻ ഞാൻ റെഡിയാണ്. റെഡിയാക്കുകയാണെങ്കിൽ അവരാണല്ലോ ഇനി റിസൾട്ട് ഉണ്ടാക്കുന്നത്. അതെ.